അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫൈസിന ബിറുദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഉറച്ച ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് ഈ പറഞ്ഞു തരുന്ന ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയാൻ കഴിയുന്നതാണ്. അത്രക്കും വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ചെറിയ ഇസ്മ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾക്ക് അതോടുകൂടി നിറവേറിക്കിട്ടും. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം പിന്നീട് ഉണ്ടാകില്ല. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികളിലൊക്കെ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവുകയും അതിൽ നല്ല ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, പൈശാചിക ശല്യത്തിൽ നിന്നും എല്ലാ ശത്രുക്കളിൽ നിന്നും എല്ലാ അപകടത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാക്കുന്നതാണ്. അപ്പോൾ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം 100 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലുക. വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എല്ലാ വെള്ളിയാഴ്ചയും 100 പ്രാവശ്യം ഈ ഇസ്മ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ രോഗങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല, രോഗത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പിന്നീട് നിങ്ങളെ കാക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകളെയും അവരുടെ ഉറക്കം കെടുത്തി മനസ്സ് എല്ലാ സമയത്തും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കടം എന്നത്. ഈ ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ചൊല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ എൻ്റെ കടം വീടിക്കിട്ടണം എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി ഈ ഇസ്മ നിങ്ങൾ 100 പ്രാവശ്യം എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. മാത്രമല്ല, ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ദാരിദ്ര്യമുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിയിലും അവരുടെ ബിസിനസ്സിലും അവരുടെ സമ്പത്തിലുമൊക്കെ നല്ല ബറക്കത്ത് ഉണ്ടാകുകയും അവരുടെ എല്ലാ കാര്യത്തിലും നല്ല വിജയമുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല ഒരു വീട് അവർക്ക് ലഭിക്കും. കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ ഇസ്മ വെള്ളിയാഴ്ച 100 പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് അനുയോജ്യമായ നല്ല ഒരു ഇണയെ അവർക്ക് കൊടുക്കും. കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അവരൊക്കെയും ഈ ഇസ്മ വെള്ളിയാഴ്ച 100 പ്രാവശ്യം പതിവാക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയാകുവാനും നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുവാനും ഈ ഇസ്മ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം 100 പ്രാവശ്യം പതിവാക്കിയാൽ മതി. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ഈ ഇസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ നേട്ടമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഈ ഇസ്മ ഒരു 100 പ്രാവശ്യം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചൊല്ലുക. എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വലിയ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന് സമാനമായിട്ട് നിങ്ങൾ എത്രത്തോളം വിഷമം അനുഭവിച്ചോ അതിൻ്റെ എത്രയോ ഇരട്ടി സന്തോഷം നിങ്ങൾക്ക് ദുനിയാവിൽ നിന്നോ ആഖിറത്തിൽ നിന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും കുട്ടികളില്ലാതെയും അതുപോലെ തന്നെ കല്യാണം ശരിയാകാതെയുമൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അള്ളാഹുവിന് നമ്മോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വലിയ രീതിയിൽ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അതിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ധാരാളം മാർഗങ്ങൾ നമുക്ക് പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട വലിയ ഒരു മഹത്വമുള്ള ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സഹിക്കവയ്യാതെ അവസാനം നിങ്ങൾ ഒരു കയറെടുത്ത് തൂങ്ങി മരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കാരണം നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ രീതിയിൽ വെറുക്കുകയും ചെയ്യും. അവർക്ക് നരകമാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ എന്ത് തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനൊക്കെ ഒരു പരിഹാരമാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും. നിങ്ങൾ മനസ്സ് പതറാതെ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അള്ളാഹുവിലേക്കാണ്ട് ഏൽപ്പിക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഒരു പരിഹാരമാർഗം കാണും. മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും വിഷമങ്ങളും വരുമ്പോൾ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുക. കാരണം അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ അവർക്ക് പൊറുക്കപ്പെടും. എന്നും ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാരൊക്കെ ഉണ്ട്. അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. ഒരുപാട് ദോഷങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് പുറത്തു കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ജീവിതത്തിൽ പരീക്ഷിക്കുമ്പോൾ, അത് നമുക്ക് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിക്ർ ചൊല്ലിയിട്ടുമൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ചൊല്ലേണ്ട ആ ഇസ്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യാ അല്ലാഹു യാ അല്ലാഹ്. ഈ ഇസ്മ നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതി നല്ല ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം 100 പ്രാവശ്യം ചൊല്ലുക. ഇത് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. മാത്രമല്ല, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുകയും പിന്നീട് അവരെ രോഗത്തെ തൊട്ട് കാത്ത് രക്ഷിക്കുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ബറക്കത്ത് ഉണ്ടാകുകയും വിജയം മാത്രം ഉണ്ടാകുകയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുകയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഇസ്മ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷവും നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലുക. എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുന്നതാണ് നല്ലത്. കഴിയുന്നതും എല്ലാ ദിവസവും നിങ്ങൾ ഇത് 100 പ്രാവശ്യം നിങ്ങൾ പതിവാക്കുക.
അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഫലം നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.